ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെൻ്റെ പിറന്നാളാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെൻ്റെ പിറന്നാളല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിറന്നാൾ സ്പെഷ്യൽ വീഡിയോ ആക്കാമെന്ന്. വലിയ സെലിബ്രേഷനോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. പിറന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിവിടെ സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ എന്നെ തന്നെ ഒന്ന് പുകഴ്ത്തി നോക്കിയതാണ്, ആരും കളിയാക്കരുത്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. രാവിലെ നേരത്തെ എണീറ്റു കേട്ടോ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിറന്നാളിന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഡ്രസ്സാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾ നല്ല ഉറക്കമാണ്. അപ്പോൾ അവരെ കൊണ്ടുവന്നില്ല. ഇനി അവരെ എണീപ്പിച്ച് കുളിപ്പിച്ചൊക്കെ വരുമ്പോഴേക്കും സമയം ഒരുപാടാവും. അപ്പോൾ എന്തായാലും അവരെ ഉറങ്ങട്ടെ. ഞാൻ തന്നെ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മുടെ അടുത്തുള്ള അമ്പലത്തിലേക്ക് തന്നെയാണ് പോണത്. അപ്പോൾ അവരെന്തായാലും ഉറങ്ങട്ടെ, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ ഞാൻ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലം. എൻ്റെ പല വീഡിയോസിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മുടെ അയ്യപ്പനെ വന്നിട്ട് തൊഴാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. വേറെ ആരുമില്ല ഗൈസ്, ഞാൻ തന്നെയുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാനുണ്ട്. അപ്പോൾ പുഷ്പാഞ്ജലി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസാദമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എല്ലാ കൊല്ലം ഏട്ടൻ ഉണ്ടാവാറുണ്ട് കേട്ടോ പിറന്നാളിൻ്റെ അന്ന്. പക്ഷേ ഇപ്രാവശ്യം ഏട്ടൻ ഉണ്ടായിരുന്നില്ല, ജോലി തിരക്കാണ്. അപ്പോൾ ഏട്ടൻ ഉണ്ടെങ്കിൽ വേറെ അമ്പലത്തിലേക്കൊക്കെ പോകുമായിരുന്നു. ഏട്ടില്ലാത്ത കാരണം ഞാനിവിടെ വന്ന് തൊഴുതു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഇന്ന് ഗൈസ് ദുഡ്ഡലി ആയിരുന്നു സ്പെഷ്യൽ. അപ്പോൾ ഞാൻ ഇഡ്ഡലി കഴിക്കാൻ പോവുകയാണ്. വിശക്കുന്നുണ്ടായിരുന്നു, അത് കാരണം ഇഡ്ഡലിയാണോ ദോശയാണോ എന്ന് നോക്കുന്നില്ല. ഞാൻ എന്തായാലും എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ചട്നി ആയിരുന്നു. തേങ്ങ ചട്നി തന്നെയാണ്, നമ്മുടെ വെള്ള കളറൊക്കെ ആയിട്ട് തേങ്ങ ചട്നി ഉണ്ടാവില്ലേ, അപ്പോൾ അതാണ്. അത് കൂട്ടിയിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അച്ചുട്ട സ്കൂളിൽ പോയി. പിന്നെ കിച്ചൂടെ അവിടെ ഒരു പ്ലേറ്റിൽ ദോശയൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ചിരിക്കുന്നത്. ഇനി ഞാൻ പിറന്നാൾ സദ്യ കഴിക്കാൻ പോവുകയാണ്. വിളക്കൊക്കെ കൊളുത്തി വിളക്കത്തൊക്കെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. വലിയ സദ്യവട്ടങ്ങളൊന്നും ഇല്ല കേട്ടോ ഗൈസ്. ചോറ്, കൂട്ടാൻ, പിന്നെ കാളൻ, പുളിയിഞ്ചി, അച്ചാർ, പപ്പടം, പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പിറന്നാൾ സദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിരുന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒപ്പം രണ്ടാളും കൂടി ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ അച്ചൂട്ടനും കിച്ചൂടിനും ഇരിക്കുന്നുണ്ട്. അച്ചൂട്ടൻ പിന്നെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയാകുമ്പോഴേക്കും അവനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് കിച്ചൂടിന് ഇരിക്കുന്നുണ്ട് കേട്ടോ. കിച്ചൂടെ രണ്ട് കാലൊക്കെ നീട്ടി വെച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഏട്ടൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു, അമ്മയാണ് വിളമ്പി തരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ സദ്യ കഴിക്കുകയാണേ. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും ശരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഫോൺ എവിടെയും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് പായസം കുടിക്കലാണ് കേട്ടോ. അപ്പോൾ സദ്യയൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പായസം കുടിക്കാമെന്ന് വിചാരിച്ച് പായസം പാലട ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിക്കാൻ പോവാണ്. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ശരിക്കും എന്താ പറയുക, നമ്മുടെ പരിപ്പ് പായസമാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ്. പക്ഷേ ഇന്ന് നമുക്ക് പാലട കിട്ടില്ല ഗൈസ്. ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് പാലടയും കഴിക്കില്ല എന്നല്ല, കഴിക്കും. ഏത് പായസം കിട്ടിയാലും ഞാൻ കഴിക്കും, അങ്ങനെയൊന്നുമില്ല. പായസം ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പാലട കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്കും തരാം കേട്ടോ, നിങ്ങളും കഴിച്ചോളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ആരും കൊതി വിടരുത് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും പായസം കഴിക്കട്ടെ കേട്ടോ. വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മുടെ അച്ചൂട്ടൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ സ്കൂളിൽ പോയിട്ടില്ലേ, അപ്പോൾ അച്ചൂട്ടൻ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അമ്മ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിക്കൽ കഴിഞ്ഞിട്ട് അവർ ഇറങ്ങാൻ നിൽക്കുകയാണ്. അച്ചൂട്ടൻ നാളെ ശരിക്കും ഓണം സെലിബ്രേഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഓണം സെലിബ്രേഷനൊന്നും പോകണ്ട, അച്ഛമ്മടൊപ്പം പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. അവനങ്ങനെ ഓണം സെലിബ്രേഷന് പങ്കെടുക്കണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല കേട്ടോ. അച്ഛമ്മയെ കണ്ടാലും അച്ഛനെ കണ്ടാലും അവരുടെ ഒപ്പം പോവുക പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ റോഡിലേക്ക് കുറച്ച് ദൂരം നടക്കാണ്ട്. അപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇനി ഗൈസ് നമുക്ക് അമ്മയുടെയും മകൻ്റെയും കുറച്ച് റൊമാൻസൊക്കെ കാണും. റൊമാൻസ് ചെയ്യാൻ എന്തൊക്കെയാണ് പറയുന്നത് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ കാണാം. അപ്പോൾ അതേ ഞാനും കിച്ചുടനും കൂടിയിട്ടൊന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കാം കേട്ടോ. കിച്ചുടൻ ഭയങ്കര കരച്ചിലായിരുന്നു നമ്മുടെ അച്ചുട്ടൻ പോയപ്പോൾ. അച്ചുട്ടൻ പോയതിൻ്റെ സങ്കടമല്ല കേട്ടോ, അവന് അച്ഛമ്മടൊപ്പം പോകണം എന്ന് പറഞ്ഞിട്ടുള്ള സങ്കടമായിരുന്നു. അവന് ഭയങ്കര കരച്ചിലായിരുന്നു, കരഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങി. അപ്പോൾ എണീറ്റപ്പോൾ വിചാരിച്ചു ഞാൻ അവനെയും കൊണ്ടൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന്. അപ്പോൾ ഞാൻ ഉമ്മയൊക്കെ ചോദിച്ചപ്പോൾ അവൻ തരുന്നില്ല കേട്ടോ. അവൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്, ഉമ്മ തരുന്നില്ല. അവൻ നിങ്ങൾക്ക് ചാറ്റ് തരുന്നുണ്ട് ഗെയ്സ്. അപ്പോൾ ഞങ്ങൾ പോവുകയാണേ, ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടി പോകാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉമ്മയൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്. നമ്മുടെ അല്ല, എൻ്റെ പിറന്നാളിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അതൊന്നും മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ബൈ.